പോലീസ് ഉദ്യോഗസ്ഥനും ലഹരിക്കടത്ത് കേസിലെ പ്രതികളുമായി എന്താണ് ബന്ധം? എന്തിനാണ് അവർ നിരന്തരം സമ്പർക്കത്തിലേർപ്പെടുന്നത്? പത്തനംതിട്ട റാന്നി സ്റ്റേഷനിലെ CPO മുബാറക്കിൻ്റെ ഇടപാടുകൾ ദുരൂഹമാണ്. ഇതോടെ പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. നർക്കോട്ടിക് സെൽ DYSP നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി. തിരുവല്ലയിലെ ലഹരി കേസ് പ്രതികളുടെ ഫോൺ സന്ദേശങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇവരുമായി മുബാറക്കിന് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയത്. റാന്നി സ്റ്റേഷനിലെ CPO മുബാറക്കിന് ലഹരിക്കടത്ത് കേസിലെ പ്രതികളുമായി ബന്ധമുണ്ടെന്ന വിവരം പത്തനംതിട്ട SPക്ക് നേരത്തെ ലഭിച്ചിരുന്നു. തുടർന്ന് നർക്കോട്ടിക് സെൽ DYSPയുടെ നിരന്തര നിരീക്ഷണവും മുബാറക്കിന് മേലുണ്ടായിരുന്നു. പത്തനംതിട്ട ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ജില്ലയ്ക്ക് പുറത്തുമുള്ള ലഹരിക്കടത്തുകാരുമായി മുബാറക്കിന് ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ. ജില്ലാതലത്തിലെ ഡാൻസ് ഓഫ് സംഘത്തിൽപ്പെട്ട മുബാറക്ക് ലഹരിക്കടത്തുകാരുമായി നിരന്തരം ഫോണിൽ ബന്ധപ്പെട്ടിരുന്നതായും കണ്ടെത്തി. തുടർന്നാണ് സസ്പെൻഡ് ചെയ്തത്. നേരത്തെ തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ ലഹരി കേസിൽ പിടിയിലായ 2 പ്രതികളുടെ ഫോൺ സന്ദേശങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇവരുമായി CPO മുബാറക്കിന് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയത്. പ്രതികൾ മുബാറക്കുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചു. തുടർന്നുള്ള വിശദമായ അന്വേഷണത്തിലാണ് മുബാറക്കിൻ്റെ ലഹരി മാഫിയ ബന്ധം സ്ഥിരീകരിക്കുന്നത്. ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിനായി പദവി ദുരുപയോഗം ചെയ്തതിനാണ് സസ്പെൻഷൻ. ന്യൂസ് 18 പത്തനംതിട്ട.